ഇന്നത്തെ നമ്മുടെ വർക്ക് ഈ കിടക്കുന്ന ബ്രേസിയലാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റേ സ്റ്റിയറിംഗ് സ്റ്റിക്കി ആവുന്നതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഈ മുതലാണ് കംപ്ലൈൻറ്റ് കാണുന്നുണ്ടോ? ഈ വീലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇതിന് സ്റ്റിയറിംഗ് സ്റ്റിക്കി ആവുന്നത്. അതായത് ഈ ഫൈബറിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ഇതുകൊണ്ട് അതിൻ്റെ പിനിയനെ കൊണ്ട് ചതയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിക്കി ആവുന്നത്. ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇവിടുത്തെ ഒരു അസംബ്ലി ഫുൾ അങ്ങ് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള മൂവിങ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റിയറിങ് റിട്ടേണും വരത്തില്ല, ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്കിയായി ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് വർക്ക്. അല്ലാതെ രണ്ട് കൺസേൺ ഉണ്ട് ഈ വണ്ടി. സ്റ്റിയറിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് കൂടാതെ ഒരു ഓപ്പൺ EGR ക്ലീനിങ്ങും ഉണ്ട്. അപ്പം നമുക്കടുത്ത് EGR ക്ലീനിങ്ങിലോട്ട് പോകാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ബ്രേസാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റിയറിങ്ങിന് മറ്റേ സ്റ്റിക്കി പ്രോബ്ലം ഉണ്ട്. അതപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും റെഡിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടാമത്തെ ഒരു കൺസേണിങ് കൂടി ഉണ്ട്, EGR ക്ലീനിങ്. അപ്പോൾ ഇത് DDAS നമ്മളെ സ്വിഫ്റ്റിൻ്റെ വരുന്ന സെയിം ഡീസൽ എഞ്ചിനാണ് മാരുതിയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ EGR ക്ലീനിങ് കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. പക്ഷേ EGR ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ നെറ്റ് ഒടിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഒടിയാണ്ട് എങ്ങനെ ഇളക്കാമെന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ ഇതാ നോക്കി നിങ്ങൾ ഈ ഏരിയ കണ്ടോ, ഇൻലെറ്റ് മാനിഫോൾഡ് ഓൾറെഡി ഇളക്കി എല്ലാ സ്ഥലവും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ EGR സിസ്റ്റം ക്ലീൻ ചെയ്യാനായിട്ടാണ്. ഇതാണ് ഈ വണ്ടിയുടെ EGR മെക്കാനിസം ഫുള്ള്. അപ്പം ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡാണ്. ഇതിൽ ഒരേ ഒരു കോംപ്ലിക്കേഷൻ നമ്മളെ DDAS എഞ്ചിനുള്ളൂ. നമുക്ക് ഈ ഇൻലെറ്റ് മാനിഫോൾഡ് ഇളക്കിയെടുക്കാൻ കിട്ടത്തില്ല. കാര്യം എന്താണ്, ഇതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒടിഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതാ നോക്കൂ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണക്കൊരു കോമ്പിനേഷൻ ഓഫ് ഇതിട്ടാണ് ഇവർ ഇതിനെ ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അതായത് വൈബ്രേറ്റിംഗ് ഹാമർ ഇതുണ്ട്, എയറിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹാമർ ടൂൾ ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് വൈബ്രേറ്റ് ചെയ്യണം. വൈബ്രേറ്റ് ചെയ്തിട്ട് ഇതിനെ ഇളക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂട്ടായിട്ടും നല്ല കൂളായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഫുള്ള് നിർത്തിക്കൊണ്ട് തന്നെ ഇതെല്ലാം ഇളക്കിയിട്ടുണ്ട്. നമ്മൾ EGR ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു എൻ്റയർ മെക്കാനിക്സ് ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നുണ്ടോ അത് കിട്ടത്തുള്ളൂ. അതിനേക്കാൾ കൂടുതലുപരി ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഈ സെൻസർ കണ്ടോ, നിങ്ങൾ നോക്കി, ഈ സെൻസറിൻ്റെ വേണ്ട അതിൻ്റെ അകത്തോട്ട് സെൻസ് ചെയ്യുന്ന ആ പോയിൻ്റൊക്കെ മൊത്തം കണ്ട് കാർബൺ ഡെപ്പോസിറ്റ് ചെയ്ത് അടഞ്ഞിരിക്കുവാണ്. പക്ഷേ ഇത് ഒരു നൈസായിട്ട് ഇത് ഓപ്പണിംഗ് ഉണ്ട്. പക്ഷേ ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്, നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം ഈ സെൻസർ മസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല മെക്കാനിസവും നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇത് വേണ്ട, നമ്മളെ പുതിയത് ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ അതേ കണക്ക് നല്ല വെല്ലായിട്ട് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു പുതിയ വണ്ടി എങ്ങനെയുണ്ടോ അതേ കണക്ക് കണ്ടോ. അതിൻ്റെ എല്ലാ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ മെക്കാനിസവും നമ്മൾ നല്ല വെല്ലായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഇനിയത്തെ പെർഫോമൻസ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. നല്ലൊരു പെർഫോമൻസ് കിട്ടും. നമ്മുടെ EGRൻ്റെ വർക്കും പവർ സ്റ്റിയറിങ്ങിൻ്റെ മറ്റേ സ്റ്റിക്കി പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. EGR നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്കൊരു റോഡ് ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ടേൺ ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് ചെയ്യുന്ന പെർഫോമൻസ് എങ്ങനെയാണെന്ന്. റിട്ടേൺ വരുന്ന ഒരു ഇത് നോക്കിക്കോളും കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു വളവ് വളയ്ക്കാൻ പോവാണ് കേട്ടോ. വളവ് വളയ്ക്കുമ്പോൾ സ്റ്റിയറിംഗ് വരുന്ന വരക്കം നോക്കി കേട്ടോ. കണ്ടോ, വന്ന വരക്കം കണ്ടോ. ഇതിനി ഒരു അലൈൻമെൻറ്റൂടെ ചെയ്തെടുത്താണല്ലോ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു വളവ് കൂടി ഒരു ടേണോടെ ചെയ്ത് കാണിച്ചു തരാം. 1-2 വളവ് കൂടി വളച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഒരു അടുത്ത വളവാണ്. ഇത് മുമ്പ് എങ്ങനെ വളയ്ക്കുന്നോ അങ്ങനെ തന്നെ നിൽക്കും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് നമുക്കത് സെൻറ്ററായിട്ട് വന്ന് നിൽക്കും. അതായത് സെൻറ്റർ പൊസിഷൻ കറക്റ്റ് അത് ഓട്ടോമാറ്റിക് തന്നെ ഇത് ചെയ്ത് നിൽക്കും. അപ്പോൾ അതാ ഇതുകൂടി നോക്കിക്കോ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾക്കിവിടെ ഇഷ്ടംപോലെ വളവുണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ അതാ നോക്കിക്കോളൂ. ഇതിപ്പം അടുത്ത ടേണിംഗ് ആണ്, അടുത്ത പൊസിഷനാണ് കേട്ടോ. കണ്ടാ ചെറിയ വരുന്നത് കണ്ട. നമ്മൾ കൈ വിട്ടാലും കറക്റ്റ് സെൻറ്ററിൽ തന്നെ വന്നിരിക്കും. അതായത് വണ്ടി നമുക്ക് കൈ പിടിച്ച് ഓടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് സ്റ്റിക്കിയുടെ പ്രോബ്ലം പൂർണ്ണമായിട്ടും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇതിൽ അപ്പോൾ അലൈൻമെൻറ്റിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. അലൈൻമെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് അസാധ്യമാണ്. ഈവൻ തോ ഈ വണ്ടി പുതിയത് ഇറങ്ങുന്ന എങ്ങനെയാണോ അതേ കണക്കൊരു പെർഫോമൻസ് അതിനേക്കാൾ കൂടുതൽ കിട്ടും. അത് കൂടാണ്ട് സ്റ്റിയറിങ്ങും അത്ര കണ്ട് ഫ്രീ ആണ്. നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിയറിങ് അത്രയ്ക്കും നമുക്ക് ഫ്രീ ഫീൽ ചെയ്യും. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.